അടുത്ത പഠന സിദ്ധാന്തം എന്ന് പറയുന്നത് വൈജ്ഞാനിക സിദ്ധാന്തങ്ങൾ അഥവാ കൊഗ്നിറ്റീവ് തിയറീസ് ആണ്. എന്താണ് ഈ വൈജ്ഞാനിക സിദ്ധാന്തം അഥവാ കൊഗ്നിറ്റീവ് തിയറീസ്? വൈജ്ഞാനിക ഘടന രൂപം കൊള്ളുന്നതിനാണ് ഈ വൈജ്ഞാനിക സിദ്ധാന്തികർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അതുകൊണ്ട് തന്നെ പഠനത്തിൽ പഠിതാവിന് കേന്ദ്ര സ്ഥാനം നൽകിയത് ഈ വൈജ്ഞാനിക സൈദ്ധാന്തികരായിരുന്നു. പഠിതാവിന് കേന്ദ്ര സ്ഥാനം നൽകുന്നു. കാരണം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമായി വൈജ്ഞാനിക സൈദ്ധാന്തികർ, കൊഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് പറയുന്നത് വ്യക്തിയുടെ സർവതോന്മുഖമായ വികസനമാണ്. ആ ഒരു വ്യക്തിയെ സർവതോന്മുഖമായ വികസനത്തിലേക്ക് നയിക്കുന്നത് വ്യക്തിയുടെ വൈജ്ഞാനിക മണ്ഡലമാണ്. അപ്പൊ സർവതോന്മുഖമായ വികസനം വ്യക്തിയുടെ, ആ സർവതോന്മുഖമായ വികസനത്തിലേക്ക് വ്യക്തിയെ നയിക്കുന്നത് വൈജ്ഞാനിക മണ്ഡലത്തിൻ്റെ വികസനം. അതുകൊണ്ടാണ് ഇവിടെ വ്യക്തി പഠനത്തിൻ്റെ കേന്ദ്രബിന്ദുവായി നിലകൊള്ളുന്നു. അപ്പോൾ വൈജ്ഞാനിക ഘടന അതിനാണ് കൂടുതൽ പ്രാധാന്യം. കാര്യം വ്യക്തിയുടെ എല്ലാ സർവതോന്മുഖമായ വികസനവും സാധ്യമാക്കുന്നത് ഈ വൈജ്ഞാനിക മണ്ഡലത്തിൻ്റെ വികസനമാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ വൈജ്ഞാനിക ഘടനയെ രൂപപ്പെടുത്തി ശക്തിയാക്കാൻ സാധിക്കുന്നത് എന്നുള്ള പഠനമാണ് വൈജ്ഞാനിക സിദ്ധാന്തക്കാർ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഈ വൈജ്ഞാനിക സിദ്ധാന്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് കണ്ടെത്തലുകളിലൂടെയുള്ള പഠനം. ശ്രദ്ധിക്കുക. അപ്പൊ കണ്ടെത്തലുകളിലൂടെയുള്ള പഠനം അതാണ് വൈജ്ഞാനിക സിദ്ധാന്തത്തിൻ്റെ ഏറ്റവും കേന്ദ്ര ആശയം. ഈ ആശയം അവതരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നൊരു പോയിന്റ് കൂടിയുണ്ട്. കണ്ടെത്തലുകളിലൂടെയുള്ള പഠനമാണ് വൈജ്ഞാനിക സൈദ്ധാന്തികർ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ പഠിതാവിന് വൈജ്ഞാനിക സിദ്ധാന്തം കൽപ്പിച്ചു നൽകിയിരിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് കണ്ടുപിടുത്തക്കാരൻ്റെ സ്ഥാനമാണ്. ശ്രദ്ധിക്കുക. വൈജ്ഞാനിക സിദ്ധാന്തം എന്ന് പറയുന്നത് പഠിതാവിനെ കേന്ദ്രമാക്കിയ ഒരു പഠന സിദ്ധാന്തമായിരുന്നു. മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനത്തിൻ്റെയും എല്ലാത്തരം വികസനത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് വൈജ്ഞാനിക വികസനമാണ്. അപ്പോൾ വ്യക്തിയുടെ സർവതോന്മുഖമായ വികസനമാണ് വിദ്യാഭ്യാസം എന്നതുകൊണ്ട് വിദ്യാഭ്യാസം ആത്യന്തികമായി ലക്ഷ്യം വെക്കുന്നത് ഈ സർവതോന്മുഖമായ വികസനമാണ് എങ്കിൽ പോലും ഈ വികസനത്തെ സ്വാധീനിക്കുന്നത് വൈജ്ഞാനിക ഘടനയുടെ വികാസമാണ്. അപ്പൊ കണ്ടെത്തലുകളിലൂടെയുള്ള പഠനം, വ്യക്തി സ്വയം കണ്ടെത്തലുകളിലൂടെ പഠിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കണ്ടെത്തലുകളിലൂടെയുള്ള പഠനം എന്ന് പറയുമ്പോൾ പഠിതാവിന് കണ്ടുപിടുത്തക്കാരൻ്റെ സ്ഥാനമാണ്. ഈ കണ്ടെത്തലുകളിലൂടെയുള്ള പഠനത്തിൽ 3 സാഹചര്യങ്ങൾ അന്തർഭവിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ഈ 3 സാഹചര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒരു കണ്ടെത്തലിലൂടെയുള്ള പഠനത്തിൻ്റെ 3 സാഹചര്യങ്ങളാണ്. ഒന്ന്, ഉത്തേജനം, വ്യക്തിയെ ഉത്തേജിപ്പിക്കുന്നു, ആക്ടിവേഷൻ. ഒന്നാമത്തത് ആക്ടിവേഷൻ, കണ്ടെത്താനുള്ള ആക്ടിവേഷൻ കൊടുക്കുന്നു. 2, നിലനിർത്തൽ, കണ്ടെത്തിയ കാര്യത്തെ വൈജ്ഞാനിക ഘടനയിൽ നിലനിർത്തൽ, റിറ്റൻഷൻ. ആക്ടിവേഷൻ, റിറ്റൻഷൻ. മൂന്നാമത്തെ നോക്കാം നമുക്ക്, മാർഗദർശനം. എങ്ങനെയാണ് ആ കണ്ടെത്തലിലേക്ക് എത്തേണ്ടത് എന്നതിൻ്റെ മാർഗദർശനം, ഗൈഡൻസ്, അതായത് ഡയറക്ഷൻ, ഇത് നൽകുന്നു. അപ്പോൾ എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്ന മാർഗനിർദ്ദേശം നൽകി കണ്ടെത്താനായി വ്യക്തിയെ ഉത്തേജിപ്പിച്ച് കണ്ടെത്തിയ കാര്യങ്ങളെ വൈജ്ഞാനിക ഘടനയിൽ നിലനിർത്തി. ഈ 3 ഘടകങ്ങളാണ് കണ്ടെത്തലുകളിലൂടെയുള്ള പഠനത്തിൽ അന്തർഭവിച്ചിട്ടുള്ളത്.
വൈജ്ഞാനിക സിദ്ധാന്തത്തിൽ ആദ്യം സിദ്ധാന്തം അവതരിപ്പിച്ചത് പിയാഷെ ആയിരുന്നു. ആദ്യത്തെ സിദ്ധാന്തം പിയാഷെ. എന്തായിരുന്നു പിയാഷെയുടെ സിദ്ധാന്തം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പിയാഷെയുടെ പഠന സിദ്ധാന്തമായിരുന്നു കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം. കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം, അതായത് വൈജ്ഞാനിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം. വൈജ്ഞാനിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം, കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം എന്നായിരുന്നു. അപ്പൊ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിന്റെ ഉപജ്ഞാതാവ് ജീൻ പിയാഷെ. ജീവശാസ്ത്രത്തിൽ ഏറ്റവും അധികം പ്രാവീണ്യമുള്ള വ്യക്തിയായിരുന്നു പിയാഷെ. ആ ജീവശാസ്ത്രപരമായ പരിണാമ മേഖലയിലൂടെയാണ് ഈ സിദ്ധാന്തത്തെ പിയാഷെ അവതരിപ്പിക്കുന്നത്. ജീവശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ ഇതിനെ കണ്ടതുകൊണ്ട് പിയാഷെ അദ്ദേഹത്തിൻ്റെ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം എന്ന തൻ്റെ സിദ്ധാന്തത്തെ പ്രത്യേകമായി അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ജനിതക ജ്ഞാന നിർമ്മിതിവാദം എന്നാണ്. അതായത് ജനറ്റിക് എപ്പിസ്റ്റമോളജി. ജനിതക ജ്ഞാന നിർമ്മിതിവാദം, ജനറ്റിക് എപ്പിസ്റ്റമോളജി. ഇവിടെ നമുക്ക് നോക്കാം. ഇതുവരെ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഒന്നുകൂടെ ഒന്ന് നോക്കുക. വൈജ്ഞാനിക സിദ്ധാന്തം അഥവാ കോഗ്നിറ്റീവ് സൈദ്ധാന്തം അല്ലെങ്കിൽ സൈദ്ധാന്തികർ ഇവർ കൂടുതൽ പ്രാധാന്യം നൽകിയത് പഠനത്തിൽ പഠിതാവിനാണ് കൂടുതൽ പ്രാധാന്യം. അപ്പോൾ പഠന പ്രക്രിയയുടെ കേന്ദ്രസ്ഥാനം എന്ന് പറയുന്നത് പഠിതാവിനാണ്. വ്യക്തിയുടെ സർവ്വതോന്മുഖമായ വികസനമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. ഈ സർവ്വതോന്മുഖമായ വ്യക്തിയുടെ എല്ലാ വികസനത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ആ കോഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് അതിൻ്റെ കേന്ദ്ര ആശയം എന്ന് പറയുന്നത് കണ്ടെത്തലുകളിലൂടെയുള്ള പഠനമാണ്. അവ കണ്ടെത്തലുകളിലൂടെയുള്ള പഠനത്തിനാണ് ഇവർ കൂടുതൽ പ്രാധാന്യം നൽകിയത്. ഈ കണ്ടെത്തലുകളിലൂടെയുള്ള പഠനം എന്ന് പറയുമ്പോൾ പഠിതാവിന് കണ്ടുപിടുത്തക്കാരൻ്റെ റോളാണ്. ഈ കണ്ടെത്തലുകളിലൂടെയുള്ള പഠനത്തിൽ 3 സാഹചര്യങ്ങളാണ് അന്തർഭവിച്ചിട്ടുള്ളത്. കണ്ടെത്തലുകളിലൂടെയുള്ള പഠനത്തിൽ അന്തർഭവിച്ചിട്ടുള്ള 3 സാഹചര്യങ്ങളാണ്: 1 ഉത്തേജനം അഥവാ ആക്ടിവേഷൻ, 2 നിലനിർത്തൽ അഥവാ റിറ്റൻഷൻ, 3 മാർഗദർശനം അഥവാ ഡയറക്ഷൻ. ഈ സിദ്ധാന്തത്തിൽ ആദ്യത്തെ സിദ്ധാന്തം അവതരിപ്പിച്ചത് പിയാഷെ ആയിരുന്നു. പിയാഷെയുടെ സിദ്ധാന്തമാണ് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം. എന്താണ് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം? വൈജ്ഞാനിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം. ഈ വൈജ്ഞാനിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം അവതരിപ്പിച്ചത് പിയാഷെ ജീവശാസ്ത്രത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ്. കാരണം ജീവശാസ്ത്രത്തിൽ വളരെയധികം അറിവുള്ള വ്യക്തിയായിരുന്നു ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം തൻ്റെ ഈ സിദ്ധാന്തത്തെ, അതായത് തൻ്റെ വൈജ്ഞാനിക സിദ്ധാന്തത്തെ ജനറ്റിക് എപ്പിസ്റ്റമോളജി, ജനിതക ജ്ഞാന നിർമ്മിതിവാദം, ജനിതക ജ്ഞാന നിർമ്മിതിവാദം, ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നു. എന്താണ് ഇനി ഈ സിദ്ധാന്തത്തിൻ്റെ പ്രത്യേകതകളിലേക്ക് നമുക്ക് പോകാം. എല്ലാ വിജ്ഞാന അംശങ്ങളും ഉൾപ്പെട്ട ഒരു സമഗ്ര പ്രതിഭാസത്തെയാണ് വൈജ്ഞാനിക ഘടന എന്നതുകൊണ്ട് പിയാഷെ അർത്ഥമാക്കിയത്. അപ്പോൾ എന്തിനെയാണ് പിയാഷെ വൈജ്ഞാനിക ഘടന എന്ന് വിളിച്ചത്? പിയാഷെ വൈജ്ഞാനിക ഘടന എന്ന് വിളിച്ചത് എല്ലാ വിജ്ഞാന അംശങ്ങളും ഉൾക്കൊണ്ട, ഒരു വ്യക്തിക്കുള്ള എല്ലാ വിജ്ഞാന അംശങ്ങളെയും ഉൾക്കൊണ്ട ഒരു സമഗ്ര പ്രതിഭാസം. ഈ സമഗ്ര പ്രതിഭാസമാണ് വൈജ്ഞാനിക ഘടന. അതുകൊണ്ട് തന്നെ എപ്രകാരമാണ് ഒരു വ്യക്തിയിൽ
വൈജ്ഞാനിക ഘടന രൂപം കൊള്ളുന്നത് എന്ന് വിശദമാക്കുന്നുണ്ട് പിയാഷെ. അതിനായി അദ്ദേഹം ചില ആശയങ്ങൾ അവതരിപ്പിക്കുന്നു. എന്തൊക്കെയാണ് ആ ആശയങ്ങൾ എന്ന് നമുക്ക് നോക്കാം. വൈജ്ഞാനിക വികസനം എപ്രകാരം ഒരു വ്യക്തിയിൽ വികാസം പ്രാപിക്കുന്നു? അതിനായി അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളായിരുന്നു: ഒന്ന്, സ്കീമ. എന്താണ് സ്കീമ? വൈജ്ഞാനിക ഘടനയുടെ ഏറ്റവും അടിസ്ഥാന ഏകകം. ഇതാണ് സ്കീമ. അനുഭവത്തിലൂടെ ഒരു വ്യക്തി ഉൾക്കൊണ്ട മാനസിക ബിംബമാണ് സ്കീമ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകുന്ന അനുഭവത്തിലൂടെ വ്യക്തി ഉൾക്കൊണ്ട മാനസിക ബിംബം, ഈ മാനസിക ബിംബത്തെ സ്കീമ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ വിജ്ഞാനത്തിന്റെ ഓരോരോ അംശങ്ങൾ ആർജിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു അറിവ് അല്ലെങ്കിൽ ഒരു അറിവിൻ്റെ ഒരു അംശം നമുക്ക് ഏതെങ്കിലും ഒരു അനുഭവത്തിലൂടെ വ്യക്തിയിലേക്ക് വന്നാൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? സ്കീമ എന്ന് വിളിക്കാം. അപ്പൊ സ്കീമയ്ക്ക് മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഇപ്പൊ ഒരു കൊച്ചുകുട്ടി കത്തി നിൽക്കുന്ന വിളക്കിലേക്ക് ചെന്ന് പിടിക്കുന്നു. കുട്ടി കരയുന്നു. അപ്പോൾ കുട്ടിക്ക് മനസ്സിലായി അത് വേദന ഉളവാക്കുന്ന ഒരനുഭവമാണ്. അതൊരു സ്കീമയാണ്. അപ്പോൾ ഒരു വൈജ്ഞാനിക അംശം ഒരു സ്കീമയായി കുട്ടി ഉൾക്കൊണ്ടു. ഇത് സ്കീമയാണ്. രണ്ട്, സ്കീം. എന്താണ് സ്കീം എന്ന് പറഞ്ഞാൽ? ഒരു പ്രത്യേക പ്രവർത്തനത്തിൽ ഉൾക്കൊള്ളുന്ന ഈ സ്കീമുകളുടെ ഒരു ശൃംഖല എന്ന് വെച്ചാൽ അനുഭവങ്ങളിലൂടെ വ്യക്തി ആർജിച്ച ഈ അറിവുകളെ, ഓരോരോ അറിവുകളെയും വൈജ്ഞാനിക ഘടനയിലെ ഭാഗമായ ഒരു അറിവുകളുടെ ശൃംഖലയായി രൂപപ്പെടുന്നു. എ ചെയിൻ ഓഫ് നോളജ്. ആ ചെയിൻ ഓഫ് നോളജിനെ വിളിക്കുന്ന പേരാണ് സ്കീം. അപ്പൊ സ്കീമ എന്താണ്? സ്കീം എന്താണെന്ന് മനസ്സിലായി. വൈജ്ഞാനിക ഘടനയിലെ അടിസ്ഥാനപരമായ ഒരു ഏകകത്തെയാണ് സ്കീമ എന്ന് പറയുന്നത്. ഒന്നിലധികം സ്കീമകളുടെ ഒരു ശൃംഖലയെ പറയുന്ന പേരാണ് സ്കീം. അടുത്ത ആശയം എന്ന് പറയുന്നത് സ്വാംശീകരണം എന്ന ആശയമായിരുന്നു. എന്താണ് സ്വാംശീകരണം എന്ന ആശയം? അതായത് അസിമിലേഷൻ. എന്താണ് അസിമിലേഷൻ? വൈജ്ഞാനിക ഘടനയിലുള്ള പരിചിതമായ ഒരു സ്കീമ ഉപയോഗിച്ച് നമ്മൾ അപരിചിതമായ ഒരു സ്കീമയെ പരിചിതമാക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് അസിമിലേഷൻ. ഏതെങ്കിലും ഒരു പുതിയ പഠന സാഹചര്യം ഉണ്ടാകുമ്പോൾ, നമുക്കറിയാത്തൊരറിവാണ്, പുതിയ പഠന സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ വിജ്ഞാന ഘടനയിലുള്ള മുന്നറിവിനെ ഈ പുതിയ വസ്തുവുമായി ബന്ധപ്പെടുത്തി ആ പുതിയ വസ്തുവിനെയും നമുക്ക് പരിചിതമാക്കുന്ന പ്രക്രിയ. ഇതിനെ വിളിക്കുന്ന പേരാണ് അസിമിലേഷൻ അഥവാ സ്വാംശീകരണം. ക്ലിയറായി കാണും. നമ്മുടെ വൈജ്ഞാനിക മണ്ഡലത്തിൽ നമ്മളുടെ അനുഭവങ്ങളിലൂടെ ഉണ്ടായ അറിവിന്റെ അടിസ്ഥാന ഏകകമാണ് സ്കീമ എന്ന് പറഞ്ഞു. നമ്മുടെ വൈജ്ഞാനിക മണ്ഡലത്തിൽ നമുക്കുണ്ടാകുന്ന അറിവുകളുടെ അടിസ്ഥാനത്തിൽ ധാരാളം സ്കീമകൾ നമ്മുടെ വൈജ്ഞാനിക ഘടനയിലുണ്ട്. നമ്മുടെ പരിചിതങ്ങളായ സ്കീമകൾ, അറിവുകൾ. ഈ അറിവിനെ
ഏതെങ്കിലും ഒരു അറിവിനെ ഉപയോഗിച്ച് നമുക്ക് അപരിചിതമായ ഒരു സ്കീമയെ പരിചിതമാക്കി മാറ്റുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് അസിമിലേഷൻ അഥവാ സ്വാംശീകരണം. അടുത്തത് അധിനിവേശനം അഥവാ അക്കോമഡേഷനാണ്. എന്താണ് ഈ അധിനിവേശനം അഥവാ അക്കോമഡേഷൻ? അധിനിവേശനം അഥവാ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അപരിചിതമായ സ്കീമകളെ പരിചിതമാക്കി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അസിമിലേഷനിലൂടെ, സ്വാംശീകരണത്തിലൂടെ അപരിചിതമായ ഒരു സ്കീമയെ നമ്മൾ പരിചിതമാക്കി കഴിഞ്ഞാൽ ഈ പരിചിതമായ പുതിയ സ്കീമ നമ്മുടെ വൈജ്ഞാനിക മണ്ഡലത്തിൽ ഏറ്റവും അനുയോജ്യമായ സ്ഥാനം കണ്ടെത്തി ആ വൈജ്ഞാനിക ഘടനയുടെ ഭാഗമായി അത് മാറുന്നു. ആ പ്രക്രിയയെ പറയുന്ന പേരാണ് അക്കോമഡേഷൻ. അപ്പൊ നമ്മൾ അസിമിലേഷനും കണ്ടു, അക്കോമഡേഷനും കണ്ടു. സ്വാംശീകരണത്തിലൂടെ പരിചിതമായ സ്കീമ അത് നമ്മുടെ നിലവിലെ വൈജ്ഞാനിക മണ്ഡലത്തിലെ അനുയോജ്യമായ ഒരു സ്ഥാനം നൽകി ആ വൈജ്ഞാനിക മണ്ഡലത്തിൻ്റെ അല്ലെങ്കിൽ ആ വൈജ്ഞാനിക ഘടന നമ്മുടെ കൊഗ്നിറ്റീവ് സ്ട്രക്ചറിൻ്റെ ഒരു ഭാഗമാക്കി അതിനെ മാറ്റുന്ന പ്രക്രിയയാണ് അക്കോമഡേഷൻ. ഇതുകൊണ്ട് തന്നെ ജീവശാസ്ത്രപരമായ ഒരു പരികൽപ്പനയാണ് പിയാഷെ തൻ്റെ സിദ്ധാന്തത്തിന് നൽകിയത്. ഇങ്ങനെ അപരിചിതമായ സ്കീമ പരിചിതമായി കഴിയുമ്പോൾ ഒരു ഇക്വിലിബ്രിയം രൂപം കൊള്ളുന്നു. വീണ്ടും വീണ്ടും ഇത്തരത്തിൽ അപരിചിതങ്ങളായ സ്കീമകളെ വീണ്ടും നമ്മൾ പരിചിതമാക്കിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ വ്യക്തി എപ്പോഴും വെറുതെ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ ആഗ്രഹിക്കും. അപ്പോൾ അവന്റെ ആ ഇക്വിലിബ്രിയത്തെ തകർത്ത് പുതിയ പുതിയ പ്രശ്ന സാഹചര്യങ്ങൾ ഇങ്ങനെ അധ്യാപകൻ ഇട്ടുകൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് വേഗം അതിനെ പരിഹരിച്ച് വെറുതെ ഇരിക്കാനായി വ്യക്തി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതും പഠനത്തെ പുരോഗമിപ്പിച്ചുകൊണ്ടേ പോകും. അതുകൊണ്ടാണ് ഇതിനെ ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പിയാഷെ വിശേഷിപ്പിച്ചു. ഈ പിയാഷെയുടെ പഠന സിദ്ധാന്തങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു ബോധന മാതൃകയുണ്ട്. ആ ബോധന മാതൃകയെ പറയുന്ന പേരാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് മോഡൽ ഓഫ് ടീച്ചിങ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് മോഡൽ ഓഫ് ടീച്ചിങ്, അതായത് വൈജ്ഞാനിക വികസന ബോധന മാതൃക. അപ്പൊ എന്താണ് വൈജ്ഞാനിക വികസന ബോധന മാതൃക എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. വിജ്ഞാന ഘടനയെ അല്ലെങ്കിൽ വൈജ്ഞാനിക ഘടനയെ ഡെവലപ്പ് ചെയ്യുന്ന തരത്തിൽ ബോധന മാതൃകകൾ ആവിഷ്കരിക്കുക. അതിനായി പഠിതാവിന്റെ ഇക്വിലിബ്രിയത്തെ തകർക്കുക. പുതിയ പുതിയ ആശയങ്ങളെ, പുതിയ പുതിയ പഠനകാര്യങ്ങളെ വെച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? നിലവിലത്തെ വൈജ്ഞാനിക ഘടനയിലുള്ള പരിചിതമായ സ്കീമ ഉപയോഗിച്ച് അപരിചിതമായ ഈ സ്കീമയെ പരിചിതമാക്കി അവൻ തൻ്റെ വൈജ്ഞാനിക മണ്ഡലത്തിൻ്റെ ഒരു ഭാഗമാക്കി ആ പഴയ ഇക്വിലിബ്രിയത്തിലേക്ക് വീണ്ടും എത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ പിയാഷെയുടെ സിദ്ധാന്തം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തതായി ബ്രൂണറുടെ വൈജ്ഞാനിക വികസന സിദ്ധാന്തമാണ്. വൈജ്ഞാനിക വികസനത്തിൻ്റെ ശക്തനായ ഒരു വക്താവായിരുന്നു ബ്രൂണർ. എന്നാൽ വൈജ്ഞാനിക വികസനം രൂപം കൊള്ളുന്ന അല്ലെങ്കിൽ അതിന് കാരണമാകുന്ന കണ്ടെത്തലുകളുടെ ആശയങ്ങൾക്കാണ് ബ്രൂണർ പ്രാധാന്യം നൽകിയത്. പിയാഷെ വൈജ്ഞാനിക വികസന ഘടന രൂപം കൊള്ളുന്ന പ്രക്രിയയ്ക്ക് പ്രാധാന്യം നൽകിയപ്പോൾ വ്യക്തിയുടെ വൈജ്ഞാനിക ഘടനയുടെ വികസനത്തിന്
സഹായകമായ ആശയങ്ങൾക്കാണ് ബ്രൂണർ പ്രാധാന്യം നൽകിയത്. അതുകൊണ്ട് തന്നെ പഠിക്കാൻ പഠിക്കൽ എന്ന ആശയം ബ്രൂണർ അവതരിപ്പിച്ചതാണ്. ബ്രൂണറുടെ വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും വലിയ സംഭാവന ആശയങ്ങളുടെ അർത്ഥവും സ്വഭാവവും സംബന്ധിച്ച പഠനങ്ങൾ നടത്തി എന്നുള്ളതായിരുന്നു. അതായത് ആശയങ്ങളുടെ അർത്ഥവും സ്വഭാവവും സംബന്ധിച്ച പഠനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയ വ്യക്തിയായിരുന്നു ബ്രൂണർ. ബ്രൂണറുടെ അഭിപ്രായത്തിൽ ആശയ പഠനത്തിന് ആളുകൾ പൊതുവെ 2 ചിന്തന ശേഷികൾ ഉപയോഗിക്കുന്നു. ബ്രൂണർ പറയുന്നു, ആശയ പഠനത്തിനായി വ്യക്തികൾ 2 ചിന്തന ശേഷികൾ പ്രയോഗിക്കുന്നു. ഏതൊക്കെയാണ് ആ ചിന്തന ശേഷികൾ? സെലക്ഷൻ ആൻഡ് റിസപ്ഷൻ. സെലക്ഷനും റിസപ്ഷനും. എന്താണ് സെലക്ഷൻ? ഒരു പഠിതാവ് സ്വന്തം പരികൽപ്പനകൾക്കനുസരിച്ച് ഒരു ആശയത്തിൻ്റെ പ്രത്യേകതകളെ തരംതിരിച്ച് പഠനവിധേയമാക്കുന്നതാണ് സെലക്ഷൻ. എന്നാൽ ഒരു മാർഗനിർദ്ദേശകൻ നൽകുന്ന ഉദാഹരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കണ്ടെത്തിയതിനെ വർഗീകരിക്കുന്നതാണ് റിസപ്ഷൻ. ഇതിനായി 2 മാർഗങ്ങൾ ഉപയോഗിക്കുന്നു. ഈ സെലക്ഷനും റിസപ്ഷനും നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന 2 മാർഗങ്ങളുണ്ട്. ഫോക്കസിങ് ആൻഡ് സ്കാനിങ്. എന്താണ് ഫോക്കസിങ്? ഒരു വസ്തുതയുടെ പൊതു സവിശേഷതകളിലേക്ക് പഠിതാവിൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്നു. അത് ഫോക്കസിങ്. എന്നാൽ സ്കാനിങ്ങോ? ഒരു മാർഗനിർദ്ദേശകൻ കൽപ്പിച്ചു നൽകുന്ന പരികൽപ്പനകളുടെ ഉദാഹരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വസ്തുതയുടെ ഓരോരോ പ്രത്യേകതകളിലേക്കും സവിശേഷമായ ഓരോരോ പ്രത്യേകതകളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രക്രിയയാണ് സ്കാനിങ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, കുറേ ജാമിതീയ രൂപങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നു. ഈ ജാമിതീയ രൂപങ്ങളിൽ നിന്ന് ത്രികോണാകൃതിയുള്ളത്, ചതുരാകൃതിയുള്ളത്, വൃത്താകൃതിയുള്ളത് എന്നിങ്ങനെ, അല്ലെങ്കിൽ ഷഡ്ഭുജാകൃതി ഉള്ളത് എന്നിങ്ങനെ പൊതു സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ ഈ ജാമിതീയ രൂപങ്ങളെ തരംതിരിച്ചു വെക്കുന്ന പ്രക്രിയ ഫോക്കസിങ്. എന്നാൽ ചതുരാകൃതിയിലുള്ള ഈ ജാമിതീയ രൂപങ്ങളിൽ സമചതുരാകൃതിയിലുള്ളത്, ദീർഘചതുരാകൃതിയിലുള്ളത്, ഇങ്ങനെ ആ സമചതുരാകൃതിയിലുള്ള ആ വസ്തുതകളിൽ തന്നെ അവയുടെ സവിശേഷമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും അതിനെ ഒരു മാർഗനിർദ്ദേശകന്റെ സഹായത്തോടുകൂടി അല്ലെങ്കിൽ ഒരു വിദഗ്ധൻ ചൂണ്ടിക്കാണിക്കുന്ന ഉദാഹരണങ്ങളിലൂടെ സ്വഭാവ സവിശേഷതകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രക്രിയയാണ് സ്കാനിങ്. ബ്രൂണറുടെ ഈ പഠന സിദ്ധാന്തത്തിൽ നിന്നും വികസിച്ചു വന്ന ഒരു ബോധന രീതിയാണ് ആശയ സമ്പാദന ബോധന മാതൃക. അതായത് കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ഓഫ് ടീച്ചിങ്. ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പ്രധാനമായും PSCക്ക് ചോദിക്കുന്നതാണ്. സെലക്ഷൻ, റിസപ്ഷൻ എന്നീ ചിന്തന ശേഷികളെ വൈജ്ഞാനിക വികസനത്തിന് സഹായിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ട മനഃശാസ്ത്രജ്ഞനാര്? അത് ജെറോം എസ് ബ്രൂണർ. എന്നാൽ സ്കീം, അസിമിലേഷൻ, അക്കോമഡേഷൻ എന്നീ സംജ്ഞകൾ അവതരിപ്പിച്ചത് പിയാഷെയാണ്.
അപ്പോൾ പിയാഷെയും ബ്രൂണറും നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് അസുവലിൻ്റെ സ്വീകരണ പഠനം അഥവാ അർത്ഥപൂർണമായ ഭാഷാപര പഠനമാണ്. മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് അഥവാ റിസപ്ഷൻ ലേണിംഗ്. എന്താണ് ഭാഷാപരമായ കണ്ടെത്തൽ പഠനം? ഭാഷാപരമായ കണ്ടെത്തൽ പഠനം എന്ന് പറയുമ്പോൾ ഈ ഭാഷാപരമായ കണ്ടെത്തൽ പഠനത്തെ അർത്ഥപൂർണമായ പഠനം എന്ന പേരിൽ അറിയപ്പെടുന്നു. അസുബൽ തൻ്റെ അർത്ഥപൂർണമായ പഠനം പഠിതാക്കൾക്ക് നൽകുന്നതിന് വേണ്ടി അവതരിപ്പിച്ച ആശയമായിരുന്നു അഡ്വാൻസ്ഡ് ഓർഗനൈസർ. അഡ്വാൻസ്ഡ് ഓർഗനൈസർ. എന്താണ് ഒരു അഡ്വാൻസ്ഡ് ഓർഗനൈസർ എന്നത്? ഭാഷാപരമായ പഠനം എപ്രകാരം കാര്യക്ഷമമായി നടപ്പിലാക്കാമെന്നത് വിശദമാക്കാൻ വേണ്ടി അസുബൽ ആവിഷ്കരിച്ച ആശയമായിരുന്നു അഡ്വാൻസ്ഡ് ഓർഗനൈസർ. ഈ അഡ്വാൻസ്ഡ് ഓർഗനൈസറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം പഠിതാവിലുള്ള മുന്നറിവുകളെ പുതിയ പാഠ്യവസ്തുവുമായി ബന്ധിപ്പിക്കുക എന്നുള്ളതാണ്. അഡ്വാൻസ് ഓർഗനൈസർ രണ്ട് തരത്തിലാണ് അഡ്വാൻസ് ഓർഗനൈസർ ഉള്ളത്. രണ്ട് തരം അഡ്വാൻസ് ഓർഗനൈസറുകളുണ്ട്. ഒന്ന് താരതമ്യ പഠന രൂപത്തിലുള്ളത്, കമ്പാരിറ്റീവ് സ്റ്റൈൽ. രണ്ടാമത്തത് വിശദീകരണ രൂപത്തിലുള്ളത്, എക്സ്പ്ലോറേറ്ററി മോഡൽ. ഇങ്ങനെ രണ്ട് തരം അഡ്വാൻസ്ഡ് ഓർഗനൈസർ ഉണ്ട്. ഇനി ഒരു അഡ്വാൻസ്ഡ് ഓർഗനൈസറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ധർമ്മം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരു പുതിയ പാഠ്യവസ്തുവിനെ പഠിതാവിൻ്റെ മുൻ അറിവുമായി ബന്ധിപ്പിക്കുക. രണ്ട്, പുതിയ പാഠ്യവസ്തുവിലെ പുതിയതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ വസ്തുതകളിലേക്ക് പഠിതാവിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ് ഈ അഡ്വാൻസ്ഡ് ഓർഗനൈസർ. ഈ അഡ്വാൻസ്ഡ് ഓർഗനൈസർ എന്ന് പറയുന്ന ഈ ആശയത്തിൽ നിന്നാണ് നമ്മൾ ക്ലാസ് മുറികളിൽ ഉപയോഗിക്കുന്ന പഠനോപകരണങ്ങൾ, ടൂൾസ് ഫോർ ലേണിംഗ്. അപ്പം പഠിതാവിൻ്റെ മുൻ അറിവിനെ പുതിയ പാഠ്യവസ്തുവുമായി ബന്ധിപ്പിക്കുന്നു. രണ്ട്, ഈ പുതിയ പാഠ്യവസ്തുവിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും സവിശേഷവുമായ വസ്തുതകളിലേക്ക് പഠിതാവിൻ്റെ ശ്രദ്ധയെ കേന്ദ്രീകരിപ്പിക്കുന്നു. അവതരിപ്പിക്കപ്പെടുന്ന പുതിയ ആശയത്തെ അല്ലെങ്കിൽ ഈ പുതിയ ആശയങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് പഠിതാവിൻ്റെ വൈജ്ഞാനിക ഘടനയിൽ ഇത് സുസംഘടിതമാക്കുന്നു. അപ്പോൾ അവതരിപ്പിക്കപ്പെടുന്ന പുതിയ ആശയങ്ങളെ ബന്ധിപ്പിച്ച് പഠിതാവിൻ്റെ വൈജ്ഞാനിക ഘടനയിൽ സുസംഘടിതമാക്കുന്നു. അഡ്വാൻസ് ഓർഗനൈസറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മങ്ങളാണ്. അർത്ഥപൂർണമായ പഠനം നടക്കുന്നതിനു വേണ്ടി ഈ അഡ്വാൻസ്ഡ് ഓർഗനൈസർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ബോധന മാതൃക അവതരിപ്പിക്കുന്നുണ്ട്. അർത്ഥപൂർണമായ പഠനത്തിനായിട്ടുള്ള ബോധന മാതൃക എപ്രകാരമാണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. എന്താണ് ആ ബോധന മാതൃക? മോഡൽ ഓഫ് ടീച്ചിങ്. അർത്ഥപൂർണമായ പഠനം നടത്തുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന മോഡൽ ഓഫ് ടീച്ചിങ്. അതിൽ ഒന്നാമത്തെ ഘട്ടം എന്താണ്? പഠിപ്പിക്കേണ്ട പാഠഭാഗത്തെ വളരെയേറെ ആഴത്തിൽ അപഗ്രഥന വിധേയമാക്കുക. അപ്പോൾ പഠിപ്പിക്കേണ്ട പാഠഭാഗത്തെ വളരെയേറെ ആഴത്തിൽ അപഗ്രഥന വിധേയമാക്കുന്നു. രണ്ട്, ഈ പാഠഭാഗത്തിൽ വരുന്ന പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ ആവശ്യമായ മുന്നറിവ് പഠിതാവിൽ എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കുന്നു. ഇപ്രകാരമുള്ള മുന്നറിവ് കുറവാണെങ്കിൽ അതിനെ
പരമാവധി ഉത്തേജിപ്പിക്കുന്നു. തുടർന്ന് ഈ മുന്നറിവിനെ പുതിയ പാഠ്യവസ്തുവുമായി ബന്ധപ്പെടുത്താൻ അനുയോജ്യമായ അഡ്വാൻസ്ഡ് ഓർഗനൈസറുകൾ തയ്യാറാക്കുന്നു. അപ്പോൾ ഏറ്റവും അനുയോജ്യമായ അഡ്വാൻസ് ഓർഗനൈസറുകൾ തയ്യാറാക്കും. ഇവയെ അവതരിപ്പിക്കുന്നു. പാഠഭാഗത്തെ ക്രമത്തിൽ ശരിയായി അവതരിപ്പിക്കുന്നു. എന്നിട്ടോ ഈ അഡ്വാൻസ്ഡ് ഓർഗനൈസറുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഈ പാഠഭാഗം പഠിതാവിൻ്റെ വൈജ്ഞാനിക മണ്ഡലത്തിൽ സ്ഥാനം നേടി എന്ന് ഉറപ്പുവരുത്തുന്നു. തുടർന്ന് ഈ വൈജ്ഞാനിക അറിവ് കുട്ടിയെ എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഇവാലുവേഷൻ. ഇവിടെയാണ് അഡ്വാൻസ് ഓർഗനൈസർ വഴി അർത്ഥപൂർണമായ ഒരു പഠനം നടക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടു. നോക്കുക, അർത്ഥപൂർണമായ ഭാഷാപഠനം നടക്കണമെങ്കിൽ ഏതൊക്കെ നടപടിക്രമങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത്? ഒന്നാമത്തെ ഘട്ടം, പഠിപ്പിക്കേണ്ടുന്ന പാഠഭാഗത്തെ ആഴത്തിൽ അപഗ്രഥന വിധേയമാക്കുന്നു. പുതിയ പാഠ്യവസ്തുക്കളെ ക്രമത്തിൽ കണ്ടെത്തുന്നു. ഈ പാഠ്യവസ്തുക്കൾ ഉൾക്കൊള്ളാൻ ആവശ്യമായ മുന്നറിവുകൾ പഠിതാവിൽ എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കുന്നു. ഈ മുന്നറിവുകൾ അപര്യാപ്തമാണെങ്കിൽ അവയെ മാക്സിമം ഉത്തേജിപ്പിക്കുന്നു. ഈ പുതിയ പാഠ്യവസ്തുവിന് അനുയോജ്യമായ അഡ്വാൻസ്ഡ് ഓർഗനൈസറുകൾ തയ്യാറാക്കി പുതിയ പാഠ്യവസ്തുവിനെ ക്രമത്തിൽ അവതരിപ്പിക്കുന്നു. ഈ പാഠ്യവസ്തുവിനെ അഡ്വാൻസ്ഡ് ഓർഗനൈസറുമായി ബന്ധിപ്പിച്ച് പഠിതാവിൻ്റെ വൈജ്ഞാനിക ഘടനയുടെ ഒരു ഭാഗമാക്കി മാറ്റുന്നു. അവസാനം ഇത് പഠിതാവിൻ്റെ വൈജ്ഞാനിക ഘടനയുടെ ഒരു ഭാഗമായി എന്ന് ഉറപ്പ് വരുത്തുന്നു. അടുത്തത് സുഷ്മാൻ്റെ പഠനമാണ്. സുഷ്മാൻ്റെ പഠന സിദ്ധാന്തത്തെ പൊതുവിൽ എൻക്വയറി ട്രെയിനിങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എൻക്വയറി ട്രെയിനിങ്, കണ്ടെത്തലുകളിലൂടെയുള്ള പഠനം, കുട്ടികളെ റിസർച്ചറിൻ്റെ സ്ഥാനം നൽകുക, ഗവേഷണത്തിന് പ്രാധാന്യം നൽകുക എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയായിരുന്നു സുഷ്മാൻ. അടുത്തത് സോഷ്യൽ തിയറീസ് ഓഫ് ലേണിംഗ് ആണ്. പഠനവുമായി ബന്ധപ്പെട്ട സാമൂഹിക സിദ്ധാന്തങ്ങൾ. ബണ്ടൂര, വൈഗോട്സ്കി, നോം ചോംസ്കി ഈ 3 പേരുടെ പഠന സിദ്ധാന്തങ്ങളാണ്. ഇത് നമ്മൾ ഭാഷാ വികസനം എന്ന അധ്യായത്തിൽ വിശദമായി പഠിക്കുന്നുണ്ട്. തുടർന്ന് വരുന്ന ചാപ്റ്ററായ ഭാഷാ വികസനത്തിൽ ഇവിടെ നിരീക്ഷണ പഠനമാണ് സാമൂഹിക പഠനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. സോഷ്യൽ തിയറീസ് ഓഫ് ലേണിങ്ങിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നിരീക്ഷണ പഠനമാണ്. ആ നിരീക്ഷണ പഠനത്തിൽ സോഷ്യൽ തിയറീസ് ഓഫ് ലേണിംഗ് ആദ്യമായി ആ ആശയം അവതരിപ്പിച്ചത് ഡൊളാർഡും മില്ലറുമാണ്. ഡൊളാർഡ് ആൻഡ് മില്ലർ. സാമൂഹിക പഠനം അനുകരണം എന്ന പേരിൽ 1941 ഡൊളാർഡും മില്ലറും ചേർന്നെഴുതിയ പുസ്തകത്തിലാണ് ഇതിൻ്റെ ആശയങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ സാമൂഹിക പഠനം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാക്കൾ ഡൊളാർഡും മില്ലറും. എന്നാൽ സാമൂഹിക പഠന സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ബണ്ടൂരയാണ്. ബണ്ടൂര വാൾട്ടേഴ്സും ചേർന്നുകൊണ്ട് സാമൂഹിക പഠന സിദ്ധാന്തങ്ങളെ ചില പുസ്തകങ്ങളിലൂടെ അവതരിപ്പിക്കുകയുണ്ടായി. അതായത് സൈക്കോളജിക്കൽ മോഡലിംഗ്, സോഷ്യൽ ലേണിംഗ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്നീ പുസ്തകങ്ങളിലൂടെയാണ് ഈ സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനമായി നമുക്ക്
നമുക്ക് പഠിക്കാനുള്ളത് ബണ്ടൂരയുടെ സിദ്ധാന്തങ്ങളാണ്. അനുകരണ പഠനമാണ് സാമൂഹിക പഠനത്തിൻ്റെ അടിസ്ഥാനം. ഈ അനുകരണ പഠനത്തിൽ ബണ്ടൂര പറയുന്നു 3 തരം വ്യവഹാരങ്ങളാണ് ഒരു വ്യക്തിയുടെ പ്രകടനത്തെ ബാധിക്കുന്നത്. ആ 3 തരം വ്യവഹാരത്തിൽ ആദ്യത്തെ വ്യവഹാരമാണ് പ്രത്യക്ഷ പ്രബലനം, അതായത് ഡയറക്റ്റ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയും. ഡയറക്റ്റ് റീഇൻഫോഴ്സ്മെന്റ് ഒരു മാതൃകാ വ്യക്തിയുടെ പ്രവർത്തനങ്ങളെ അനുകരിച്ചുകൊണ്ട് നമ്മുടെ ബിഹേവിയേഴ്സിനെ നമ്മൾ മാറ്റം വരുത്തുന്നു. അതാണ് ഡയറക്റ്റ് റീഇൻഫോഴ്സ്മെന്റ്. ഒരു മാതൃകാ വ്യക്തിയുടെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ അയാളുടെ നടപടികളെ ഇതിനെ നമ്മൾ അനുകരിച്ചുകൊണ്ട് വളർത്തുന്നതാണ്. ഇതാണ് ഡയറക്റ്റ് റീഇൻഫോഴ്സ്മെന്റ്, പ്രത്യക്ഷ പ്രബലനം. രണ്ടാമത്തത് ആദേശ പ്രബലനമാണ്. ഇവിടെ ആദേശ പ്രബലനം എന്ന് പറയുമ്പോൾ മാതൃകാ വ്യക്തിത്വങ്ങളുണ്ട്. നല്ല ശീലങ്ങളിലൂടെ മാതൃകാ വ്യക്തിത്വങ്ങളെ അനുകരിച്ചുകൊണ്ട് അവരുടെ ശീലങ്ങളെ നമ്മൾ പകർത്തിയെടുക്കും. മൂന്നാമത്തത് സെൽഫ് അഡ്മിനിസ്ട്രേറ്റഡ് റീഇൻഫോഴ്സ്മെന്റ് ആണ്, സ്വയം നൽകുന്ന പ്രബലനം. ഇവിടെ ഒരു വ്യക്തിയായി താതാമ്യം പ്രാപിക്കുകയാണ്. ഏതെങ്കിലും ഒരു വ്യക്തിത്വത്തെ നമ്മൾ അനുകരിക്കാൻ ശ്രമിച്ചാൽ അത് ആ വ്യക്തി അനുകരിക്കുകയല്ല, ആ വ്യക്തിയായി താതാമ്യം പ്രാപിക്കുന്നതാണ് സ്വയം നൽകുന്ന പ്രബലനം. ഇവിടെ ഇത്തരത്തിൽ നിരീക്ഷണ പഠനത്തിന് പല ഘട്ടങ്ങളുണ്ട്. ഒരു നിരീക്ഷണ പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ശ്രദ്ധ വേണം. നിരീക്ഷണ പഠനത്തിന് ഏറ്റവും ആദ്യത്തെ വേണ്ടുന്നത് ശ്രദ്ധയാണ്. 2, ആ ശ്രദ്ധിച്ച കാര്യങ്ങളെ സ്മരണയിൽ നിലനിർത്തുന്നു, റിറ്റൻഷൻ. മൂന്നാമത്തത് പെർഫോമിങ്, അതായത് പ്രകടനം നടത്തുന്നു. 4, പ്രബലനം ചെയ്യുന്നു. ഈ 4 ഘട്ടങ്ങളിലൂടെയാണ് അനുകരണ പഠനം ഉണ്ടാകുന്നത്. വൈഗോട്സ്കിയുടെയും നോം ചോസ്കിയുടേതും നമുക്ക് ഭാഷാ പഠന സിദ്ധാന്തത്തിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. ഇതോടുകൂടി നമ്മുടെ പഠന പ്രക്രിയയുടെ മനഃശാസ്ത്രം അല്ലെങ്കിൽ പഠന സിദ്ധാന്തങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. പഠന പ്രക്രിയയുടെ മനഃശാസ്ത്രത്തിൽ അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് ഗാഗ്നയുടെ പഠന ക്രമീകരണ ശ്രേണിയാണ്, ഹെയറാർക്കി ഓഫ് ലേണിംഗ്. അപ്പോൾ ഹെയറാർക്കി ഓഫ് ലേണിംഗ് അഥവാ പഠന ക്രമീകരണ ശ്രേണി, ഇതിൻ്റെ ഉപജ്ഞാതാവ് ഗാഗ്നെയാണ്. ഗാഗ്നെ പറയുന്നു 8 സ്റ്റെപ്പുകളുള്ള ഒരു പിരമിഡ് പോലെയാണ് പഠന പ്രക്രിയയെ ഗാഗ്നെ അവതരിപ്പിക്കുന്നത്. താഴെ നിന്നും മുകളിലോട്ട് പോകും തോറും 8 സ്റ്റെപ്പുകളുള്ള ഒരു പിരമിഡ് പോലെ. ഈ പിരമിഡിനെ ഓരോ ഘട്ടത്തിലും ഓരോ പ്രക്രിയകളാണ് പഠനത്തെ സ്വാധീനിക്കുന്നത്. ഇതിനെയാണ് പഠന ക്രമീകരണ ശ്രേണി എന്ന പേരിൽ ഗാഗ്നെ വിശേഷിപ്പിക്കുന്നത്. ഗാഗ്നെയുടെ ഒന്നാമത്തെ ഘട്ടമാണ് സംജ്ഞാ പഠനം, സിഗ്നൽ ലേണിംഗ്. അതായത് ചോദക പ്രതികരണവും തമ്മിലുള്ള ബന്ധം അനുഭവങ്ങളിലൂടെ പഠിക്കുന്ന ഘട്ടം. സംജ്ഞാ പഠനം ഒന്നാമത്തത് നടക്കുന്നു, സിഗ്നൽ ലേണിംഗ്. രണ്ടാമത്തത് ചോദക പ്രതികരണ പഠനം, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്. സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്. ഈ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗിലൂടെ ലഭിച്ച വിവരങ്ങളെ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ അറിവുകളുടെ ശൃംഖലനമാണ് മൂന്നാം ഘട്ടം. അറിവുകളുടെ ശൃംഖലനം. ഒന്നാമത്തത് സിഗ്നൽ ലേണിംഗ് അഥവാ സംജ്ഞാ പഠനം. 2, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്. സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്. ആ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ചോദക പ്രതികരണ ബന്ധം കണ്ടെത്തുന്നു. മൂന്നാമത്തത് ശൃംഖലനം, ചെയിനിങ്. നാലാമത്തത് ഭാഷാപര സംയോജനം, വെർബൽ അസോസിയേഷൻ. അതായത് ഭാഷാപരമായ രീതിയിൽ ഭാഷാപരമായ ശൃംഖലകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ബന്ധിപ്പിക്കുകയാണ്, ഭാഷാപര സംയോജനം. അഞ്ചാമത്തത് ബഹുമുഖ വിവേചനം.
മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ. ബഹുമുഖ വിവേചനം. സാമ്യമുള്ളതിനെയും സാമ്യമില്ലാത്തതിനെയും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യമായ രീതിയിൽ, അതായത് ബഹുമുഖ വിവേചനമാണ് കൃത്യമായി എല്ലാത്തിനെയും തിരിച്ചറിയാൻ കഴിയുന്ന അവസ്ഥ. ബഹുമുഖ വിവേചനം. 6 ആശയ പഠനം. ഈ ബഹുമുഖ വിവേചനത്തിലൂടെ ആശയങ്ങളെ രൂപവൽക്കരിക്കുന്നു. ആശയ പഠനം. 7 തത്വപഠനം. ഈ ആശയങ്ങളിൽ നിന്നും പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കുന്നു. പ്രിൻസിപ്പിൾസ്, തത്വ പഠനം. അവസാനത്തത് 8 പ്രശ്ന നിർദ്ധാരണം. അപ്പൊ ഗാഗ്രയുടെ പഠന ക്രമീകരണ ശ്രേണി: സംജ്ഞാപഠനം, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ശൃംഖലനം, ഭാഷാപര സംയോജനം, ബഹുമുഖ വിവേചനം, ആശയപഠനം, തത്വപഠനം, പ്രശ്ന നിർദ്ധാരണം. ബഹുമുഖ വിവേചനം കഴിഞ്ഞപ്പോഴാണ് ആശയത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഈ ആശയത്തിൽ നിന്ന് തത്വത്തിലേക്ക്, ഈ ആശയവും തത്വവും ഉപയോഗിച്ച് പുതിയ പ്രശ്നത്തെ നിർദ്ധാരണം ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും അവസാനത്തെ പഠന മേഖലയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്യും. ഇവിടെ നമ്മൾ ഈ ലേണിംഗ് എന്ന് പറയുന്ന മേഖല അവസാനിപ്പിക്കുകയാണ്. എന്നാൽ ഈ ലേണിംഗിൻ്റെ അടുത്തൊരു മേഖലയുണ്ട്, പഠിതാവുമായി ബന്ധപ്പെട്ട പഠിതാവിൻ്റെ പ്രശ്നങ്ങൾ. അത് നമുക്ക് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാവുന്നതാണ്.